എല്ലാവർക്കും കുരിശുവര പെരുന്നാളിന്റെ മംഗളങ്ങൾ നേരുന്നു. പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാം തിരുവചനം പറയുന്നു, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയത്രേ. കാൽവരിയിൽ 3 കുരിശുകളുണ്ട്. ജീവിതകാലം മുഴുവൻ പാപം ചെയ്ത് ജീവിച്ചിട്ടും മരണത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ പോലും ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഒരു അനുതാപവും ഇല്ലാത്തവന്റെ കുരിശ്. അവന് അവൻ്റെ ആത്മാവിനെ രക്ഷിക്കാനായില്ല. 2-ാമത്തെ കുരിശ് ജീവിതകാലം മുഴുവൻ പാപം ചെയ്തെങ്കിലും അവസാന നിമിഷം അവന് മനസ്സിലായി, ഈ കുരിശ് എനിക്ക് അർഹതപ്പെട്ടതാണ്. അപ്പോൾ അനുതാപത്തോടെ അവൻ പറഞ്ഞു, ഈ കുരിശിന് ഞാൻ അർഹനാണ്. നീ നിന്റെ രാജ്യത്തിൽ ചെല്ലുമ്പോൾ എന്നെയും ഓർക്കണമേ. തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുതപിച്ചപ്പോൾ അവൻ്റെ ആത്മാവിനോട് യേശു പറഞ്ഞു, നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസയിലായിരിക്കും. 3-ാമത്തെ കുരിശ് ദൈവപുത്രൻ്റെ കുരിശാണ്. അവൻ ഒരു പാപവും ചെയ്തിട്ടില്ല, എന്നാൽ അവൻ പാപികളോടുകൂടെ എണ്ണപ്പെട്ടു എന്ന് തിരുവചനം പറയുന്നു. യേശു സ്വമനസാലെ ദൈവഹിതം സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണമായും തന്നെ അർപ്പിച്ചുകൊണ്ട് കുറ്റമില്ലാത്തവനായിരുന്നിട്ടും കുറ്റക്കാരനായി പരിഗണിക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെടുകയാണ്. ആ കുരിശ് അവൻ സന്തോഷത്തോടെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചപ്പോൾ അവൻ്റെ കുരിശുമരണത്തിലൂടെ ലോകം മുഴുവനും രക്ഷിക്കപ്പെട്ടു. അന്ധകാരത്തിൽ കിടന്ന സകലവരെയും പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് രക്ഷിക്കുവാൻ അവൻ്റെ കുരിശുമരണം കാരണമായി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിന്തിക്കാം, ഏതാണ് നമ്മുടെ കുരിശ്? ആ ആദ്യത്തെ കള്ളനെ പോലെ ഇനിയും നമ്മുടെ പാപങ്ങളോർത്ത് അനുതപിക്കാതെ മറ്റു സാഹചര്യങ്ങളെയും നമുക്ക് ചുറ്റുമുള്ളവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരെയൊക്കെ പഴിച്ച് ജീവിക്കുന്നവരാണോ നാമെങ്കിൽ ഇനിയും നമ്മുടെ ആത്മാവ് അന്ധകാരത്തിലാണ്. എന്നാൽ 2-ാമത്തെ കള്ളൻ്റെ കുരിശു പോലെ ജീവിതത്തിൽ നമുക്കുണ്ടായ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അനുതപിച്ച് ഞാൻ ഇതിന് അർഹനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ എന്തെല്ലാം സഹനങ്ങളാണെങ്കിലും അവ യേശുവിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ ഇപ്പോഴും നമുക്ക് മുമ്പിൽ അവസരമുണ്ട്. അങ്ങനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ തന്നെ രക്ഷ സംലബ്ധമാകുകയാണ് ചെയ്യുക. അപ്പോൾ ഈശോ നമ്മോടും പറയും, നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസയിലായിരിക്കുമെന്ന്. 3-ാമത്തെ കുരിശ് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരു തെറ്റും നാം ചെയ്യാതെ നാം സഹിക്കുന്നവരായിരിക്കാം. മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട്, ചെയ്യാത്ത തെറ്റിന് അവഹേളിക്കപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെട്ട് നാം നമ്മുടെ ജീവിതത്തിൽ ഏകാന്തമായ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണോ? എന്നാൽ അത് യേശുവിൻ്റെ കുരിശാണ്. യേശുവിനോട് കൂടെ ചേർന്നുകൊണ്ട് നമുക്ക് ആ കുരിശെടുക്കാം. അപ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ മാത്രമല്ല, നമ്മുടെ ഈ സഹനത്തിലൂടെ ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടും. അനേകം പാപികൾ മാനസാന്തരപ്പെടാൻ ദൈവം നമ്മുടെ ഈ സഹനങ്ങൾ ഉപയോഗിക്കും. അതാണ് ഈശോയുടെ കുരിശ്. നമ്മുടെ ജീവിതത്തിൽ ഏതാണ് നമ്മളെടുക്കുന്ന കുരിശ് എന്ന് ധ്യാനിച്ചുകൊണ്ട് ഈ കുരിശുവര പെരുന്നാളിലൂടെ നോമ്പിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ സഹനങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് അത് രക്ഷാകരമായ സഹനങ്ങളാക്കി മാറ്റിക്കൊണ്ട് അനേക ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.